ജാസ്മിൻ ജാഫറിനെ കുറിച്ചാണ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ജാസ്മിനെ കുറിച്ചാകുമ്പോൾ എന്തായിരിക്കും വിഷയം? അത് തന്നെ ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ പ്രൊമോഷൻ തന്നെയാണ് വിഷയം. എത്ര ബ്യൂട്ടി പ്രൊഡക്ട്സുകളാണല്ലേ നമ്മുടെ ജാസ്മിൻ നമുക്ക് വേണ്ടി കണ്ടെത്തി കൊണ്ടുതരുന്നത്. ജാസ്മിനെ പോലെ ഇത്ര അധികം ബ്യൂട്ടി പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്ന വേറെ വ്ളോഗർമാരുണ്ടോ എന്ന് തന്നെ സംശയമാണ്. എന്നാൽ ഇപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിനെ പ്രൊമോട്ട് ചെയ്ത ഒരു ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് കാരണമാണ്. ഈ ഗ്ലൂട്ടാത്തിയോൺ എന്താണെന്ന് അറിയാലോ? ഈ സ്കിൻ ഹെൽത്ത് കൂട്ടാനും ഏജിങ് കുറയ്ക്കാനും ഒക്കെ വേണ്ടി പലരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഗ്ലൂട്ടാത്തിയോൺ. ഇത് ഇഞ്ചക്ഷൻ ആയിട്ടും ഗുളികായിട്ടും ഒക്കെ കിട്ടും. നമ്മുടെ നടന്മാരൊക്കെയാണ് ഇത് പ്രധാനമായും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ജാസ്മിനെ പോലുള്ള വ്ളോഗർമാരുടെ വിശാലമായ മനസ്സ് കാരണം ഇപ്പൊ ഈ സാധനം സാധാരണക്കാർക്കിടയിലും പോപ്പുലർ ആയി മാറിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ജാസ്മിൻ പ്രൊമോട്ട് ചെയ്തൊരു ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് ആണ് എല്ലാം തുടങ്ങി വെച്ചത്. നമ്മൾ എന്തായാലും ആ പ്രൊമോഷൻ വീഡിയോ ഒന്ന് കണ്ടോക്കാം. അങ്ങനെ 2025 എൻഡ് ചെയ്യാൻ പോവാ. ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡ് ആയിട്ടാട്ടോ ഫീൽ ചെയ്യുന്നത്. വീട് വിട്ടുപോലും പുറത്തിറങ്ങാത്ത ഞാൻ ഓൾമോസ്റ്റ് 5 കൺട്രിയാണ് ഈ ഒരു വർഷം കൊണ്ട് കവർ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഈ വർഷം അച്ചീവ് ചെയ്തു. എടുത്തു പറയേണ്ടത് ട്രാവൽ തന്നെയാണ്. ഇന്ത്യയുടെ അകത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളും പുറത്ത് ഒരുപാട് സ്ഥലങ്ങളും. ഇതിന്റെ ഇടയ്ക്ക് എന്റെ സ്കിന്ന് കുളമാകുമെന്ന് കരുതും. പക്ഷേ ഈ വെതറും ക്ലൈമറ്റും ഒന്നും ചേഞ്ച് ആയാലും എന്റെ സ്കിന്ന് വലിയ പ്രശ്നം പറ്റില്ല. 2024 2025 എന്റെ സ്കിൻ എത്രത്തോളം ബെറ്റർ ആയിട്ടാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ 1 ഇയർ ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഷീക്ക് ന്യൂട്രിക്സിന്റെ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്. സമയത്തും കാലത്തും നേരെ ചൊവ്വേ ആഹാരം കഴിക്കാതെ സ്ട്രെസ് അടിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്റെ ശരീരത്തിന് വേണ്ടുന്ന ഗ്ലൂട്ടാത്തയോൺ ഒന്നും എന്റെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല. വലിയ മിടുക്ക് എന്നൊന്നും കരുതണ്ട, കുറ്റം തന്നെ. വിറ്റാമിൻ അടങ്ങിയിട്ടുള്ള നല്ലൊരു സപ്ലിമെന്റ് നമ്മുടെ ഹെൽത്തിനും സ്കിന്നിനും എന്തുകൊണ്ടും അടിപൊളിയാണ്. ഇതിലടങ്ങിയിരിക്കുന്നത് ജാപ്പനീസ് ഗ്ലൂട്ടാത്തയോൺ ആണ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഗ്ലൂട്ടാത്തയോൺ ആണ് കേട്ടോ. ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ് നമ്മുടെ സെല്ല് ഡാമേജ് ആയിട്ടുള്ളതൊക്കെ റിപ്പയർ ചെയ്ത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെന്റേഷനും ഒക്കെ മാറ്റും. ഒരു ഈവൻ സ്കിൻ ടോൺ കിട്ടും. വിറ്റാമിൻ സി നമ്മുടെ ഏജിങ് കുറച്ച് ഫൈൻ ലൈൻസ് ഒക്കെ മാറ്റി, അതുപോലെ തന്നെ ഗ്ലൂട്ടാത്തയോൺ പെട്ടെന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പൊ വിറ്റാമിൻ സിയുടെയും ഗ്ലൂട്ടാത്തയോണിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഈ സപ്ലിമെന്റ്. അപ്പൊ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണമെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്തോ. ഓക്കെ, കണ്ടല്ലോ. അപ്പൊ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് ഉപയോഗിച്ചാണ് തന്റെ സ്കിൻ ഇത്രയും അടിപൊളിയായത് എന്നാണ് ജാസ്മിൻ പറയുന്നത്. ഗ്ലൂട്ടാത്തിയോൺ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് മുമ്പും ശേഷവും എന്നും പറഞ്ഞുകൊണ്ട് 2 ഫോട്ടോകൾ ജാസ്മിൻ കാണിക്കുന്നുണ്ട്. ആ ഫോട്ടോ ഞാൻ സൈഡ് കൊടുക്കാം. ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം അല്ലെ, വളരെ നാച്ചുറൽ ആയിട്ടുണ്ട്. ഒട്ടും എഡിറ്റ് ചെയ്തിട്ടേ ഇല്ല. ഒരു പ്രൊമോഷൻ ചെയ്യാൻ എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് അല്ലേ. എന്തായാലും ജാസ്മിൻ ഈ വീഡിയോ കണ്ട ഒരു പെൺകുട്ടി എന്താക്കി ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അങ്ങനെയാണ് ഇവിടെ പ്രശ്നം തുടങ്ങുന്നത്. നമ്മൾ എന്തായാലും ആ പെൺകുട്ടി ചെയ്ത വീഡിയോ നോക്കാം. പറയാനുള്ളത് ഈ ഗേൾസിനോടാണ്. 1 മില്യന്റെ അടുത്ത് ഫോളോവേഴ്സ് ഉണ്ട്. എത്ര വലിയ ഫാൻസ് ആയാലും എനിക്കൊരു കുഴപ്പമില്ല. ഓൾമോസ്റ്റ് 5 കൺട്രിയാണ് ഈ ഒരു വർഷം കൊണ്ട് കവർ ചെയ്തിട്ടുള്ളത്. അതൊക്കെ നല്ല കാര്യം തന്നെ. അടുത്തേല് ചേഞ്ച് ആയാലും എന്റെ സ്കിന്ന് വലിയ പ്രശ്നം പറ്റില്ല. 2024 2025 എന്റെ സ്കിൻ എത്രത്തോളം ബെറ്റർ ആയിട്ടാണ്. 2024 അങ്ങനെ 2025 അങ്ങനെ അല്ലേ. പോട്ടെ, എനിക്ക് ഈ ഫോട്ടോ കണ്ടിട്ടാ, ഈ ഫോട്ടോ കണ്ട് വിശ്വസിച്ച് ലിങ്ക് എന്ന് ചോദിച്ചിരുന്ന ആൾക്കാരുണ്ടല്ലോ. പറ്റിക്കുന്നതിന് ഒരു കണക്കില്ലേ? അല്ലെങ്കിൽ ഫോട്ടോ കണ്ടാൽ മനസ്സിലായിക്കൂടെ ഇത്രയും എഡിറ്റ് ചെയ്ത് കേട്ടിട്ട് ഫോട്ടോ ആണെന്ന്. എന്നിട്ട് അത് കണ്ടിട്ട് ലിങ്ക് ചോദിച്ചാൽ ഇങ്ങനെ നിങ്ങൾ തോന്നുന്നത്. പറയാനുള്ളത് ഈ ഗേൾസിനോടാണ്. നിങ്ങൾ ക്രീം ഫേസിൽ പുറത്തുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന പോലെ അല്ലത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുക. ടാബ്ലറ്റ് ആണ് നിങ്ങൾ കഴിക്കേണ്ടതെന്നുള്ള അവർ പറയും. നമ്മൾ വല്ല ക്രീമോ ഒന്നും വാങ്ങി തേക്കുന്ന പോലെയല്ല ശരീരത്തിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ പറയരുത്. ഡെർമറ്റോളജിസ്റ്റിനേക്കാൾ വിശ്വാസമാണ് നമുക്ക് നമ്മുടെ ജാസ്മിൻ താത്താനെ വെളുക്കാൻ വേണ്ടി ആട്ടും കാട്ടും വാരി തിന്നാൻ പറഞ്ഞാലും ഞങ്ങൾ മണ്ടൻ ഫാൻസാർ അത് ചെയ്യും. അതാണ് ഞങ്ങളെ പവർ. അല്ലാതെ ഇപ്പൊ എന്താ പറയാ. അമൽ ഫറിയ എന്ന് പറയുന്ന ഈ പെൺകുട്ടി ജാസ്മിനെതിരെ വീഡിയോ ചെയ്തതോടെ ജാസ്മിൻ ഫാൻസ് എല്ലാരും കൂടി ചേർന്ന് കമന്റ് ബോക്സിൽ പോയി അമൽ ഫറിയെ നല്ല തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടി എന്താണ് പറഞ്ഞതെന്ന് പോലും മണ്ടൻ ഫാൻസിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നുണ്ട്. അമൽ ഫറിയെ പ്രധാനമായും വിമർശിച്ചത് എന്താണ്? ജാസ്മിൻ വെച്ച ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോകളെയാണ് അമൽ ഫറിയെ എടുത്ത് കാണിച്ചത്. ആ ഫോട്ടോകൾ എഡിറ്റിംഗ് ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം. ഇനി എഡിറ്റിംഗ് അല്ലെങ്കിൽ 2 ഫോട്ടോകൾ എടുക്കുന്ന രീതിയിലുള്ള മാറ്റവും ആയിരിക്കാം. കാരണം ജാസ്മിൻ ഓൾറെഡി അത്യാവശ്യം വെളുത്ത സ്കിന്നുള്ള ആളാണ്. എന്നിട്ട് സ്കിന്ന് കുറച്ച് ഇരുണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചു. ഇങ്ങനെ ഇരുന്ന ഞാൻ ഗ്ലൂട്ടാത്തിയോൺ കഴിച്ചത് കൊണ്ട് മാത്രമാണ് വെളുത്തത് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കുറെ മണ്ടൻ ഫാൻസ് ഉണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും പ്രൊമോട്ട് ചെയ്തു, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്തിനാ വെറുതെ ആൾക്കാരെ പറ്റിക്കുന്നത്? ഈ ബ്യൂട്ടി വ്ളോഗേഴ്സിന്റെ പ്രൊമോഷൻ തന്നെ സത്യം പറഞ്ഞാൽ കോമഡിയാണ്. ഇവർ ഒരേ സമയം പല കമ്പനികളുടെ ഒരേ പ്രൊഡക്റ്റ് തന്നെ പ്രൊമോട്ട് ചെയ്യും. ഉദാഹരണമായി ഫേസ് ക്രീം. ഒരാഴ്ചയിൽ പല കമ്പനികളുടെ ആയിട്ട് 2-3 ഫേസ് ക്രീമുകൾ ഇവരങ്ങ് പ്രൊമോട്ട് ചെയ്യും. എന്നിട്ട് പറയുന്നത് എന്താ? ഞാനിതെല്ലാം ഉപയോഗിച്ച് നോക്കി റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതെന്ന് അങ്ങ് പറയും. അതാണ് ഇവരുടെ മെയിൻ പിടിവള്ളി. അപ്പൊ എനിക്ക് മനസ്സിലാവാത്തത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരേ സമയം പല പ്രൊഡക്റ്റുകളും ഒരുമിച്ച് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ശരിക്കും ഏത് പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴാണ് സ്കിന്നിന് മാറ്റങ്ങൾ വരുന്നത്, ബ്രൈറ്റ് ആവുന്നത് എന്നൊക്കെ ഇവർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നാണ്. എല്ലാം ഞാൻ ശരീരത്തിൽ ഉപയോഗിച്ച് നോക്കി, എന്റെ ശരീരത്തിൽ ഉപയോഗിച്ച് നോക്കി ഉറപ്പ് വരുത്തി നോക്കി, വെറുതെ അങ്ങോട്ട് തട്ടി വിടന്നെ. ഇങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പല പ്രൊഡക്റ്റുകളും ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ സ്കിന്ന് നാശമാകും. അത് കുറച്ച് കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാകും. എന്തായാലും അമൽ ഫറിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീഡിയോ അത്യാവശ്യം വൈറലായി. കുറച്ച് റിയാക്ഷൻ വ്ളോഗേഴ്സ് അതെടുത്ത് റിയാക്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ ജാസ്മിൻ എന്താക്കി എല്ലാവർക്കുമുള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്തു. നമ്മൾ എന്തായാലും ജാസ്മിൻ ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം.
ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, ഇങ്ങനത്തെ ഒരു കാറ്റഗറി ടൈപ്പ് സാധനങ്ങൾ ഞാനിപ്പോ എടുക്കാറില്ല. ബട്ട് സ്റ്റിൽ ഇതെനിക്ക് ഭയങ്കര നെസസറി ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. റീസെന്റ് ഞാൻ കുറച്ച് വീഡിയോസ് കാണാനിടയായി. അതിനകത്ത് ഞാനൊരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷീറ്റ് ന്യൂട്രിക്സിന്റെ ഒരു ഗ്ലൂട്ടോത്തൈൻ ടാബ്ലറ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. അതിൽ ഞാൻ കൊടുത്തേക്കുന്ന ഞാൻ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഞാൻ നോർമലി എന്റെ ട്രാവലിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ട്രാവലിനിടയിൽ എന്റെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാലും ലൈക്ക് എന്ത് ഒരു സ്കിന്നിൽ എന്തെങ്കിലും ടാൻ അടിച്ചാലും എന്ത് ചെയ്താലും എന്നെ അത് ഒരുപാട് ബാധിക്കാറില്ല. കാരണം ഞാൻ ഈ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്റെ സ്കിന്നിന് എനിക്ക് ബെനിഫിറ്റ്സ് തന്നിട്ടുണ്ട്. എന്റെ 2024, 2025 പിക്ക് ഡിഫറൻസ് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം എന്നായിരുന്നു എന്റെ വീഡിയോ. അപ്പൊ ആ വീഡിയോ ഒരു പെൺകുട്ടി റിയാക്ട് ചെയ്യുന്നതാണ്. ആ പെൺകുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല ഈ രണ്ട് ഫോട്ടോയും ഒരു എഡിറ്റഡ് ഫോട്ടോ ആണ്. പിന്നെ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ലിങ്ക് എന്ന് ചോദിക്കുന്നത് എന്നൊക്കെയായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞിരുന്നത്. സോ ഫസ്റ്റ് തന്നെ ഞാൻ ക്ലാരിഫൈ ചെയ്യാം, ഈ രണ്ട് ഫോട്ടോയും എഡിറ്റഡ് ഫോട്ടോ അല്ല. ഇതിൽ ഏതാണ് ഈ കുട്ടി എഡിറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? ലൈക്ക് 2025 എന്റെ സ്കിന്ന് ബെറ്റർ ആയതാണോ എഡിറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ സ്കിന്ന് ഡൾ ആയിട്ടിരിക്കുന്നതാണോ ഞാൻ എഡിറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? അത് അറിയില്ലല്ലേ, വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ആ ഫോട്ടോ ഞാൻ ഒന്നുകൂടെ സൈഡിൽ കൊടുക്കാം. ഇതിൽ ബിഫോർ എന്ന് പറഞ്ഞു കൊടുത്ത ഫോട്ടോ ഉണ്ടല്ലോ, അതായത് എന്റെ സ്കിൻ ഡള്ളാണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത ഫോട്ടോ, ആ ഫോട്ടോയാണ് എഡിറ്റഡ് ആണെന്ന് മറ്റേ പെൺകുട്ടി പറഞ്ഞത്. കണ്ടപ്പോ എനിക്ക് തോന്നിയത് അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോ എഡിറ്റിംഗ് അവിടെ നിൽക്കട്ടെ, ജാസ്മിൻ പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാം. എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ വെക്കാം. പക്ഷേ ഈ രണ്ട് ഫോട്ടോകളൊന്ന് സൂക്ഷിച്ചു നോക്കൂ. ഈ രണ്ട് ഫോട്ടോകളും എടുത്ത രീതികൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. രണ്ട് ഫോട്ടോയുടെ കളർ ടോൺ, ബാക്ക്ഗ്രൗണ്ട് എല്ലാം നല്ല വ്യത്യാസമുണ്ട്. നമുക്കറിയാം, ഒരു ഫോട്ടോ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഫാക്ടേഴ്സ് സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ ധരിച്ച വസ്ത്രം, ലൈറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ടിലെ കളർ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ തന്നെ ചില വസ്ത്രങ്ങൾ ധരിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ മുഖം ബ്രൈറ്റ് ആയി തോന്നാറുണ്ട്. ചില വസ്ത്രങ്ങളിൽ ഫേസ് ഡാർക്ക് ആയിട്ടും കാണിക്കാറുണ്ട്. സോ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടായ മാറ്റം അറിയിക്കാൻ വേണ്ടി ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോകൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ട് ഫോട്ടോയും ഒരേ സ്ഥലത്ത്, ഒരേ ലൈറ്റിൽ, ഒരേ കളർ വസ്ത്രങ്ങൾ ധരിച്ചെടുത്തതാവണം എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതായത് ഇനിയിപ്പോ ജാസ്മിൻ പറഞ്ഞ ഈ രണ്ട് ഫോട്ടോകളും എഡിറ്റഡ് അല്ലെങ്കിൽ പോലും ഇങ്ങനെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഫോട്ടോ അല്ല അതെന്നർത്ഥം. എന്നാലും ബാക്കിയോട് കേട്ടോ. സോ ഇത് രണ്ടും എഡിറ്റഡ് അല്ല, രണ്ടും എന്റെ ആ സമയത്തുള്ള റോ സ്കിൻ ആണ് കേട്ടോ. ഒന്നും ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. 2024 എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുന്നത് ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് ആണ്. ഞാൻ 2023 സെപ്റ്റംബർ സംതിങ്ങിനാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ 2024 എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത്. ലൈക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഡിഫറൻസ് ഉണ്ടെങ്കിൽ തന്നെ 2024 2025 എന്റെ സ്കിന്ന് ഡൾ ആയിട്ടുള്ള ഒരുപാട് സമയങ്ങളുണ്ട്. ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴാവട്ടെ, ഇല്ലെങ്കിൽ എനിക്ക് പനി വന്നു കഴിഞ്ഞാൽ എന്റെ സ്കിന്ന് ഡള്ളാവാറുണ്ട്. ഞാൻ അധികം സ്കിൻ കെയർ ഒന്നും ചെയ്തില്ലെങ്കിൽ എന്റെ സ്കിന്ന് ഡള്ളാവാറുണ്ട്. ഞാൻ ഈ പറയുന്നത് സപ്ലിമെന്റ്സ് എടുത്തില്ലെങ്കിൽ ഒക്കെ എന്റെ സ്കിന്ന് ഡള്ളാവാറുണ്ട്. അത് കഴിയുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ബാക്ക് ടു ആ ട്രാക്കിലോട്ട് വരേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ എന്റെ സ്കിന്ന് കെയർ ചെയ്യാറുണ്ട്. സോ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അതിനകത്ത് ഞാൻ ഒരു തരത്തിലുള്ള ഒരു തുള്ളി എഡിറ്റിങ്ങോ എക്സ്പോഷർ കൂട്ടോ വിവിഡിടോ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. ആ ടൈമിൽ തന്നെ ഞാൻ വേറെ വീഡിയോസും എടുത്തതിന്റെ ഇത് കൊടുത്തേക്കാം. ഞാനും എന്റെ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയപ്പോൾ ഉള്ള ഒരു ടൈമാണ് കേട്ടോ അത്. അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും. എനിക്ക് പഴയ ആ ഒരു ഫ്ലോയിലേക്ക് ഇല്ല കേട്ടോ. എനിക്ക് സംസാരിക്കുമ്പോൾ കുറച്ച് ഞാനൊന്ന് തടയുന്നുണ്ട്. ആ ഒരു ട്രാക്കിലോട്ട് വരുന്നേ ഉള്ളൂ. എന്നിട്ട് അതിനകത്ത് കുറച്ച് കമന്റ്സുകൾ ഞാൻ കണ്ടു. ഇത് എഡിറ്റഡ് ആയിരിക്കില്ല, മേ ബി ഫോണിന്റെ ചേഞ്ച് കാരണം അതിലുള്ള ഡിഫറൻസ് ആവും. ഞാൻ നോക്കിയ ഫോണൊന്നുമല്ല കേട്ടോ ആ സമയത്ത് ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ ഞാൻ പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഫോണൊന്നുമല്ല. ഞാൻ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് 16 Pro ആണ്. കാരണം അതിന്റെ ഒരു ഇതും കൂടെ ഞാൻ കൊടുത്തേക്കാം. ഇനിയിപ്പം തെളിവില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നം വേണ്ട. ആ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്നത് 16 Pro ആണ്. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് 17 Pro Max ആണ്. 2025 ഞാൻ വീഡിയോ ഇടുമ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത് 16 Pro തന്നെയാണ്. ഞാൻ ഈ ഇടയ്ക്കല്ലേ 17 Pro Max എടുത്തത്. ഓക്കെ, ഞാൻ ആ സമയത്തും എനിക്ക് ഓർമ്മയില്ല, ചെക്ക് ചെയ്യണം. ഐ തിങ്ക് എന്താണെങ്കിലും 16 Pro ഒട്ടും കുറഞ്ഞ ഫോണൊന്നുമില്ല. അതിനകത്ത് വളരെ ക്ലാരിറ്റിയോടെ കാണാം. ഇനി ചില കമന്റ്സ് ഞാൻ കണ്ടത് ലൈറ്റിങ്ങിന്റെ ഡിഫറൻസ് ആവുന്നതാണ്. വേറെ ലൈറ്റിൽ ഇഷ്ടം പോലെ വീഡിയോസ് എടുത്തതുകൊണ്ട് അതും ഞാൻ കാണിച്ചു തരാം. ലൈറ്റിങ്ങിന്റെയും ഒരു ഇഷ്യൂ അല്ല കേട്ടോ. അന്ന് എന്റെ സ്കിന്നിന് ഡൾ ആയിരുന്നു. ട്രസ്റ്റ് മീ ഗൈസ്, അങ്ങനെ സ്കിൻ ഡൾ ആയിരുന്നു. ഇത് 2025 ഞാൻ എടുത്ത മറ്റേ വീഡിയോ, അതും എഡിറ്റഡ് ആണെന്ന് മേ ബി പറയാം. അതിലും യാതൊരു എഡിറ്റും കൊടുത്തിട്ടില്ല, എക്സ്പോഷർ കൂട്ടിയിട്ടില്ല, വിവിഡ് ഇട്ടിട്ടില്ല, ഒരു തരത്തിലുള്ള എഡിറ്റും ഇല്ല. വേണമെങ്കിൽ അതിന്റെ 2-3 വീഡിയോസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഒന്നും ഞാൻ അതിലും ചെയ്തിട്ടില്ല. പിന്നെ എന്റെ സ്കിൻ എന്ന് പറഞ്ഞാല് ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ എന്റെ സ്കിന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ ഡള്ളാവും. ഞാൻ സൂക്ഷിച്ച് വളരെ കൃത്യമായി കൊണ്ടുപോയാൽ എന്റെ സ്കിന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എനിക്ക് പറ്റും. വളരെ ക്ലീൻ ആയിട്ട് ക്ലിയർ ആയിട്ട് എന്റെ സ്കിന്നിൽ അധികം അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. എന്റെ സ്കിന്ന് ഡൾ ആവാറുണ്ട്, ലൈക്ക് പെട്ടെന്ന് പിഗ്മെന്റഡ് ആവാറുണ്ട്. പക്ഷെ അത് മാറ്റാനും എനിക്കറിയാം. ഞാൻ ഒരുപാട് പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഇഷ്ടംപോലെ പ്രൊഡക്ട്സുകൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഒരു പർട്ടിക്കുലർ മോയ്സ്ചറൈസർ മാത്രമായിട്ട് ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ എന്റെ ഇപ്പം എന്റെ കബോർഡ് നോക്കിയാൽ തന്നെ കാണാം. എന്റെ കയ്യിൽ ഒരു 4-5 മോയ്സ്ചറൈസർ ഉണ്ട്, ഒരു 4-5 സൺസ്ക്രീൻ ഉണ്ട്. എന്റെ കയ്യിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് എല്ലാത്തിനും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ വരും,
അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്റെ കയ്യിൽ 4-5 മോയ്സ്ചറൈസർ ഉണ്ട്, 4-5 സൺസ്ക്രീൻ ഉണ്ട്. ഇതെല്ലാം ഞാൻ ഒരേ സമയം ഉപയോഗിക്കാറുണ്ട് എന്നാണ് ജാസ്മിൻ ഇപ്പൊ പറഞ്ഞത്. അല്ലെ, ഇങ്ങനെ എല്ലാ പ്രൊഡക്റ്റും കൂടെ ഒരേ സമയം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏത് പ്രൊഡക്റ്റ് ആണ് നല്ല റിസൾട്ട് തരിക എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകാത്തത്. ഈ പറഞ്ഞ എല്ലാ പ്രൊഡക്റ്റുകളും ജാസ്മിൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഓർക്കണം. എല്ലാം ഒരുമിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് എല്ലാം അടിപൊളിയാണെന്ന് പറഞ്ഞാണ് ഇവർ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അല്ല, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുകയാണ്. പണ്ട് മൈവേ ബൈ കല്യാൺ എന്ന് പറയുന്ന ബ്യൂട്ടി വ്ളോഗർ ഇതേ പരിപാടി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ 4-5 സൺസ്ക്രീനുകൾ ചേച്ചി അങ്ങ് പ്രൊമോട്ട് ചെയ്യുമായിരുന്നു. എല്ലാം ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ചേച്ചി പ്രൊമോട്ട് ചെയ്യുന്നത്. കല്യാണി മാത്രമല്ല, ഒട്ടുമിക്ക ബ്യൂട്ടി വ്ളോഗേഴ്സും ഇങ്ങനെയൊക്കെ തന്നെ. പൈസ മുഖ്യമില്ലേ, നല്ല പേയ്മെന്റ് അല്ലേ കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് ബ്യൂട്ടി പ്രോഡക്റ്റുകളുടെ പ്രൊമോഷന് തന്നെയാണ്. ബാക്കി ഉണ്ടോക്കാം. അപ്പോ ഞാൻ ഈ ഷീറ്റ് ന്യൂട്രീക്സർ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ കൊച്ചിയിൽ വന്നതിന് ശേഷം കൊച്ചിയിൽ വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു വട്ടം ഇതിന്റെ പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ബിഗ് ബോസിലൊക്കെ പോകുന്നതിന് മുമ്പ് ആ ടൈമും അതിനകത്തുണ്ടായിരുന്ന ആ ഒരു ഫുൾ ട്യൂബ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള ഒരു സാധനമാണ്. കൊച്ചിയിൽ വന്നതിന് ശേഷമാണ് എന്റെ ഫസ്റ്റ് ഫ്ലാറ്റ്, ഇത് എന്റെ സെക്കൻഡ് ഫ്ലാറ്റ് ആണ്. ആദ്യമേ ഞാൻ റെന്റഡ് നിന്ന ഫ്ലാറ്റില് അതിലും ഞാൻ ഈ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്തും ഞാൻ ഈ പ്രൊഡക്റ്റ് കഴിച്ചിട്ടുണ്ട്. എനിക്ക് അവരിപ്പോ ഒരു 4-5 ട്യൂബാണ് അയച്ചു തരുന്നതെങ്കിൽ ഞാൻ അതിനകത്ത് 2 ട്യൂബ് ചിലപ്പോൾ ഞാൻ ആയിരിക്കും കഴിക്കുന്നത്. എന്റെ ബാക്കി 3 ട്യൂബ് ഞാൻ എന്റെ ഫ്രണ്ട്സിന് കൊടുക്കും, അവർക്ക് കഴിക്കാൻ കൊടുക്കും. ഇപ്പൊ അങ്ങനെയൊക്കെയായോ? ആകെ 2 ട്യൂബ് കഴിച്ചിട്ടുള്ളൂ അല്ലെ, ബാക്കിയൊക്കെ കൂട്ടുകാർക്ക് കൊടുത്തു അല്ലെ. പക്ഷെ മറ്റേ പ്രൊമോഷൻ വീഡിയോയിൽ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ഒരു കൊല്ലമായി ഞാൻ ഇത് നിർത്താതെ ഉപയോഗിക്കുന്നുണ്ടെന്നല്ലേ. ഞാൻ ആ ഭാഗമാണെങ്കിൽ ഒന്നുകൂടെ പ്ലേ ചെയ്യാം. സ്കിന്ന് വലിയ പ്രശ്നം പറ്റില്ല. 2024-ലും 2025-ലും എന്റെ സ്കിൻ എത്രത്തോളം ബെറ്റർ ആയിട്ടാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ 1 ഇയർ ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഷീറ്റ് ന്യൂട്രിക്സിന്റെ ഗ്ലൂട്ടാത്തൈൻ ടാബ്ലറ്റ്. കണ്ടല്ലോ, ഇതിലിപ്പോ ഏതാ നമ്മൾ വിശ്വസിക്കുക? ആർക്കറിയാം. എന്തായാലും ബാക്കി കൂടി കണ്ടുനോക്കാം. അവരതിന് യൂസ് ചെയ്യാറുണ്ട്. അപ്പോ ഈ പെൺകുട്ടി എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. മേ ബി ഓക്കെ, ഇനിയിപ്പം എന്തെങ്കിലും അത് കണ്ടപ്പോൾ കുട്ടിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. സോ എനിക്കിത് ക്ലാരിഫൈ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ അത് ക്ലാരിഫൈ ചെയ്യുന്നത്. അത് കുറെ റിയാക്ഷൻ ചാനലുകൾ എടുത്ത് ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്റെ വീഡിയോസ് ഒരുപാട് റിയാക്ഷൻ ചാനലുകൾ റിയാക്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ ഇഷ്ടമല്ലായിരിക്കും, നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും സന്തോഷങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമുക്കത് കേൾക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ അത് ഉള്ളോട് നമുക്കത് വിഷമം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് ചെയ്യുന്നത്. എനിക്ക് എന്റെ ഓഡിയൻസിനെ എനിക്ക് മനസ്സിലാക്കണം, ഇത് അങ്ങനെ അല്ല കേട്ടോ, ഞാൻ നിങ്ങളെ ചീറ്റ് ചെയ്യല്ലാന്നുള്ളത്. പിന്നെ ഞാൻ പ്രൊമോഷൻസ് മാത്രമേ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പ്രൊമോഷന് വേണ്ടി മാത്രമാണ്. ഒബ്വിയസ്ലി ഞാൻ പ്രൊമോഷൻസ് ചെയ്യാറുണ്ട്. ഞാൻ എന്റെ ഒരു യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഐ തിങ്ക് എനിക്കൊരു 4 വർഷം ആവാറായി. 4 വർഷം ആവാറായി. ഞാൻ ഇത്രയും നാളായിട്ട് എന്റെ ചാനൽ ബിൽഡ് ചെയ്ത്, എന്റെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും, എനിക്ക് ഫേസ്ബുക്കില്ല കേട്ടോ. ഫേസ്ബുക്കിൽ എന്റെ ചാനലാന്ന് പറയുന്ന കൂട്ടത്തിൽ എല്ലാം അങ്ങ് പറഞ്ഞു. ഫേസ്ബുക്ക് ആണെന്ന് പറഞ്ഞ് ആരോ എന്റെ ഇതൊക്കെ വെച്ചിട്ട് എന്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ആ സെക്കൻഡിന് അപ്പുറത്തുകൊണ്ടേ പോസ്റ്റ് ചെയ്ത് ആരോ ഉപയോഗിക്കുന്നുണ്ട്. ഫേസ്ബുക്ക് എന്റെ ഫേസ്ബുക്ക് അല്ല. ഞാനത് കംപ്ലൈന്റ് കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഞാൻ സ്റ്റാർട്ട് ചെയ്ത എന്റെ ഒരു സമയം തൊട്ട് ലൈക്ക് നമ്മുടെ ആവശ്യം എന്താണ്? നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവണം, നമുക്ക് ഫെയിം ഉണ്ടാവണം, നമുക്കായിട്ടൊരു ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. എന്റെ വിശ്വാസം ഞാൻ അങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെന്നാണ്. അത് പുറത്തുനിന്ന് കാണുന്നവർക്ക് വളരെ ചെറുതാവാം, എന്താവാം, പക്ഷെ എനിക്ക് ചിലർക്ക് വലുതാവാം. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയെടുത്തത് വളരെ വലിയൊരു കാര്യമാണ്. സോ ഞാൻ അത് ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവുന്നത് പ്രൊമോഷൻസിൽ നിന്നും ആഡ് ചെയ്യുന്നതായിരിക്കും. ഒബ്വിയസ്ലി ഞാനത് ചെയ്യും, ഉറപ്പായും ഞാനത് ചെയ്യും. അതിന്റെ അർത്ഥം നിങ്ങളെ ചീറ്റ് ചെയ്യണം, നിങ്ങളെ പറ്റിക്കണം. ഞാൻ എന്റെ ഒരു പ്രൊമോഷൻസോ അല്ലെങ്കിൽ എന്റെ ഒരു പ്രൊഡക്റ്റുകൾ പോലും ഞാൻ എന്റെ ശരീരത്തോ ഞാൻ കഴിക്കാതെയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ല. നിങ്ങൾ ഇത് വാങ്ങിച്ചേ പറ്റൂ എന്ന് ഞാൻ ഒരിക്കലും നിർബന്ധം പിടിക്കുന്നില്ല. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക, നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ഓക്കെ എനിക്ക് ഇവിടെ ഇഷ്ടമല്ല, എനിക്ക് ഇവിടെ കാണണ്ട, സ്കിപ്പ് ചെയ്തോ, നിങ്ങൾ കളഞ്ഞോളൂ, യാതൊരു പ്രശ്നമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊന്നും പ്രൊമോട്ട് ചെയ്ത് ഞാൻ ആരും പറ്റിക്കാറില്ല എന്നൊക്കെയാണ് ജാസ്മിൻ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതിയൊന്നും പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ജാസ്മിന്റെ സംസാരശൈലിയൊക്കെ ഒരുപാട് മാറി കേട്ടോ. ഭാഷയിലൊക്കെ ഒരു ശുദ്ധി വന്നിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യം. കുറെ യാത്രകളൊക്കെ ചെയ്താൽ മനുഷ്യന് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുമെന്ന് പറയുന്നത് വെറുതെ അല്ല. എന്തായാലും ഈ ബ്യൂട്ടി ബ്ലോഗർമാരുടെ എല്ലാം വീഡിയോകളൊക്കെ കണ്ട് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ശരീരമാണ്, അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്ന മലയാളികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ അത് മനസ്സിലാകും. ഫേസ് വാഷ്, സെറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, വൈറ്റനിങ് ക്രീം തുടങ്ങിയ പലതരം പ്രൊഡക്റ്റുകളാണ് ഒരു ദിവസം കൊണ്ട് മാത്രം ഒരാൾ ഉപയോഗിക്കുന്നത്. ഇന്ന് പല മലയാളികളുടെയും സ്വപ്നം തന്നെ എങ്ങനെയാലും കൊറിയൻ ഗ്ലാസ് സ്കിൻ ആക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ എന്ത് വാരിത്തേക്കും. ഇവിടെ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും ഒരൊറ്റ ഡ്രീമാണ്, നല്ല സ്മൂത്ത് ആൻഡ് ഫെയർ ആയ കൊറിയൻ ഗ്ലാസ് സ്കിൻ കിട്ടണം. അത്രയേ ഉള്ളൂ. അതിനുവേണ്ടി മാർക്കറ്റിൽ കിട്ടുന്ന ഏത് ബ്യൂട്ടി പ്രൊഡക്റ്റ് ഉപയോഗിക്കാനും ഇവർ തയ്യാറാണ്.
എന്നുള്ളതാണ്. യുവാക്കളുടെ ഈ ഒരു ടെൻഡൻസിയെ ബ്യൂട്ടി പ്രൊഡക്റ്റ് കമ്പനികൾ കൃത്യമായി മുതലെടുക്കാൻ തുടങ്ങി. അതിനുവേണ്ടി അവർ ഉപയോഗിച്ച ഒരു സ്ട്രാറ്റജിയാണ് പോപ്പുലർ ആയ വ്ളോഗേഴ്സിനെ ഉപയോഗിച്ച് പ്രൊമോഷൻ വീഡിയോ ചെയ്യുക എന്നുള്ളത്. ഇന്ന് ടിവിയിൽ പരസ്യം കൊടുക്കുന്നതിനേക്കാളും റീച്ച് കിട്ടുന്നത് ഒരു ഫാമിലി വ്ളോഗറുടെ പ്രൊമോഷൻ വീഡിയോ കാണുന്നുള്ളതാണ് സത്യം. നല്ല പേയ്മെന്റ് ഇവർ കൊടുക്കട്ടോ, അത് വേറെ കാര്യം. ഏറ്റവും കൂടുതൽ പേയ്മെന്റ് കിട്ടുന്നത് ബ്യൂട്ടി പ്രൊഡക്റ്റുകളുടെ പ്രൊമോഷനുകൾ കാണുന്നുള്ളതാണ് സത്യം. പക്ഷെ ടിവിയിൽ കൊടുക്കുന്ന പരസ്യത്തിനുള്ള ചെലവിനെ തട്ടിച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ് താൻ. പക്ഷെ ഇമ്പാക്ട് വെച്ച് നോക്കുമ്പോൾ ടിവിയിൽ കൊടുക്കുന്ന പരസ്യത്തിനേക്കാളും 10 ഇരട്ടി വരികയും ചെയ്യും. ഈ ബ്യൂട്ടി വ്ളോഗേഴ്സിനെ അന്ധമായി വിശ്വസിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവര് പ്രൊമോട്ട് ചെയ്യുന്ന എന്തും ഇവര് വാരിത്തേക്കും. വല്ലാത്തൊരു ഇൻഫ്ലുവൻസ് ആണ്. എങ്ങനെയും എനിക്ക് വെളുക്കണം, ഫെയർ സ്കിന് കിട്ടണം, ആ ചേച്ചിയെ പോലെ എനിക്കും ആകണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾ മുന്നും പിന്നും നോക്കാതെ ഇവരെ പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങൾ അങ്ങ് വാരിത്തേക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ മലയാളികൾക്കിടയിൽ ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ ഉപയോഗം കൂടാൻ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന ഫാമിലി ആൻഡ് ബ്യൂട്ടി വ്ളോഗേഴ്സിന്റെ വീഡിയോകൾ തന്നെയാണ് എന്നുള്ളതാണ്. ഏത് തരം വ്ളോഗേഴ്സ് ആണെങ്കിലും അവർ വളർന്നതും നല്ല നിലയിൽ എത്തിയതും ഒക്കെ അവരുടെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കാരണം കൂടിയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഏത് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുമ്പോഴും നമ്മുടെ വ്യൂവേഴ്സിനോടുള്ള നമുക്കുള്ള കമ്മിറ്റ്മെന്റിനെ കുറിച്ച് മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കാൻ സാധ്യതയുള്ള ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. പക്ഷെ ഇതൊന്നും ഇപ്പൊ ആരും ഓർക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശരീരം, അത് നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് നല്ലത്. അത്രയേ ഉള്ളൂ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.